ഹായ് മക്കളെ, ശ്വേത മിസ് ആണ്. സോ എല്ലാവരും എന്താ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു കുഞ്ഞു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മക്കളെ, 4ാം ക്ലാസ് കഴിഞ്ഞ് ഇനി നിങ്ങൾ പോകാൻ പോകുന്നത് 5ാം ക്ലാസ്സിലേക്കാണ്. സോ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ സബ്ജക്റ്റുകൾ കൂടുകയാണ്. അതുകൂടാതെ നിങ്ങളുടെ ചാപ്റ്റേഴ്സും കുറച്ചുകൂടെ ടഫർ ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് ഇപ്പം തന്നെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് മക്കളെ, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു പോകുമ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസും കാര്യങ്ങളും എഴുതാൻ പോകുന്ന മക്കളാണ്. ഇനി നിങ്ങൾക്ക് അടുത്ത് എഴുതാൻ പോകുന്ന എക്സാമാണ് നമ്മുടെ USS ഒക്കെ അല്ലേ. സോ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ടോപ്പിക്സ് കൂടുതലും ഇതേപോലെ 5, 6, 7 ഈ 3 ക്ലാസ്സുകളിലെ ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവാം. സോ മാത്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു 5ാം ക്ലാസ്സിലെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാകും, പഠിക്കാനുണ്ടാകും കണ്ടിന്യൂഷൻ ആയിട്ട്. സോ നല്ലപോലെ കോൺസെപ്റ്റുകൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വലിയ ക്ലാസ്സുകളിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതിനെ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈലം തരുന്നൊരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. സോ എന്തൊക്കെയാണ് ഈ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് സെഷൻസ്, ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആയിട്ട് ലൈവ് സെഷൻസ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് സെഷൻസ് വേണമെങ്കിൽ, അതായത് ക്ലാസ് ഇല്ലാതെ നിങ്ങൾക്ക് വേറൊരു സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിന് കാണാനായിട്ടുള്ള റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ DPP, സ്ലൈഡ്സ്, നോട്ട്സ് ഇതൊക്കെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സാംസും തരുന്നതായിരിക്കും. അതായത് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസ്, ടേം എക്സാമിനേഷൻസ്, മോഡൽ എക്സാമിനേഷൻസ്, ഇങ്ങനെ കുറേ എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മെയിൻ എക്സാം എഴുതുന്നുണ്ടാവാം. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാം കഴിയുന്നതിന് മുന്നേ ഒരു മോഡൽ എക്സാം ഉണ്ടാകും. സോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്രയും ഫെമിലിയർ ആയിട്ടായിരിക്കും എക്സാമിന് പോകുന്നുണ്ടാവുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഫീച്ചേഴ്സ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി കുറേയധികം ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു സമയം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമുള്ള ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻസ് എടുക്കണം എന്നാണ് മിസ് പറയുന്നത്. അപ്പോൾ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ ഏപ്രിൽ 20-നുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന 5 ലക്കി വിന്നേഴ്സിന് സ്മാർട്ട് വാച്ച് ഗിവ് അവേ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളുടെ ലക്ക് കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണല്ലേ. സോ നമുക്ക് അടിപൊളിയായിട്ട് പൃഥ്വി ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.